ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ ഇടിച്ചക്ക വറവിൻ്റെ ഒരു കുഞ്ഞ വീഡിയോ ആയിട്ടാണ് വന്നത്. ഇത് നല്ല നീളമുള്ള ചക്കയായിരുന്നു കേട്ടോ. ഇതിൻ്റെ പകുതി അപ്പുറത്ത് അമ്മയ്ക്ക് കൊടുത്തേ, ബാക്കിയുള്ളതാണിത്. ഇത് ഫുള്ളായിട്ട് തോരൻ വെച്ച് കഴിഞ്ഞാൽ കഴിക്കാനുള്ള ആളില്ലാത്തത് കൊണ്ട് ഇതിൻ്റെ പാതിയെ ഞാൻ എടുക്കുന്നുള്ളൂ, പകുതി മറ്റൊരു ദിവസത്തേക്ക് ആക്കാം. എൻ്റെ വീട്ടിൽ പൊതുവേ ഇടിച്ചക്ക ഉണ്ടാക്കുന്ന സമയത്ത് പയർ യൂസ് ചെയ്യാറുണ്ട്. വൻപയർ ഇടുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കൂടുതലും വൻപയർ ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇത് തലേന്ന് രാത്രി കുതിർത്ത് വെച്ച പയറാണ്. അപ്പോൾ ഇത് നല്ല വൃത്തി കഴുകി വാരി എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ ഉരുളിയിലേക്ക് ഇട്ടിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പ് വെച്ചിട്ട് ആദ്യം വേവാക്കി എടുക്കുകയാണ് ചെയ്യുക. നല്ലോണം വെന്ത് പോയാൽ കുക്കറിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നല്ലോണം വെന്ത് പോകും. ഞാനിത് ഇങ്ങനെ കൊത്തി അരിയാണ് ചെയ്തത്. എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. കൊത്തി അരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പം ഇതിനെ ഞാൻ വെള്ളത്തിലേക്കാട്ടോ കൊത്തി അരിഞ്ഞ്, അങ്ങനെയാണെങ്കിൽ കറിയൊക്കെ പോയി കിട്ടും. അങ്ങനെ ഞാൻ കഴുകി വാരി പാതി വേവിച്ച് വെച്ച പയറിലേക്ക് ഞാൻ ഇട്ടു. ക്യാമറ പിടിക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ബാക്കിയുള്ളതൊന്നും കാണിക്കാതിരുന്നേ. ഇതിൻ്റെ അകത്ത് ഒരു മുറി തേങ്ങ, 2-3 പച്ചമുളക്, എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, കുറച്ച് ജീരകം, കുറച്ച് വെളുത്തുള്ളി, അത് കണക്കെ തന്നെ കറിവേപ്പില, ഇത്തിരി കുരുമുളകിൻ്റെ പൊടി എല്ലാം കൂടിയിട്ട് ചതക്കിയതിന് ശേഷം ആ വേവിച്ച് വെച്ചിരിക്കുന്ന ഇടിച്ചക്കയിലേക്ക് തട്ടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു. ഇങ്ങനത്തെയൊക്കെ വറവുകൾ ഉണ്ടായാൽ ഒരുപാട് ചോറ് വയ്ക്കും കേട്ടോ. ഞാൻ ആവി ക്യാമറയിലേക്ക് തന്നെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു മങ്ങിയ ഇത് പോണൊക്കെ തോന്നുന്നത്. അപ്പം ഇത് നന്നായിട്ട് ഏകദേശം നന്നായി വെന്തിട്ടുണ്ട്. പയർ നന്നായിട്ട് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് പയർ നന്നായിട്ട് ഉടയ്ക്കരുതെന്ന് പറയണേ. ഇങ്ങനെ സെപ്പറേറ്റ് വേവിച്ചെടുക്കുകയാണെങ്കിൽ കറക്റ്റ് വേവായിട്ട് കിട്ടും. അപ്പോൾ ഇതിലേക്ക് കടുകും വത്തലമുളകും കറിവേപ്പിലയും കൂടെ താളിച്ച് ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റപ്പ് ഇടിച്ചക്കത്തോരൻ റെഡി. അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.